പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർഭാഗം എന്നതുപോലെ മോഡേൺ ക്രിറ്റിസിസത്തിൻ്റെ ഉപജ്ഞാതാവായ ടി.എസ്. എലിയറ്റ്, ഇദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ്, അതുപോലെ ഹിസ് ക്രിട്ടിക്കൽ ഐഡിയസ്, impact of his critical ideas in the modern English literary criticism, ഇവയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. Before we get introduced into the critical writings of T.S. Eliot, let us see the important literary works of T.S. Eliot. He has written a very number of poems, but only 3 works are mentioned here which are very important. The first one is the love song of J. Alfred Prufrock. Then the Wasteland, Four Quarters is the other one. He had also written poetic dramas which were also popular. The names of them are Murder in the Cathedral, The Cocktail Party, Elder Statesman, The Family Reunion, The Confidential Clerk. ആദ്യമായിട്ട് നമ്മൾ ടി.എസ്. എലിയറ്റിൻ്റെ ലിറ്റററി വർക്ക്സുകളാണ് പരിചയപ്പെടുന്നത്. എല്ലാ വർക്കുകളുടെയും പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അദ്ദേഹം ധാരാളം പോയംസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഡ്രാമ അതും വളരെയധികം പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 3 കവിതകൾ ഇവിടെ കവിതകളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. The first one is the love song of J. Alfred Prufrock. Then വളരെ പ്രസിദ്ധമായ The Wasteland. Then Four Quarters. He had also written poetic drama. അദ്ദേഹം പോയറ്റിക് ഡ്രാമകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, കവിതകളുടെ ഒരു പ്രത്യേകതയാണ്, he had experimented in poetic drama. പോയറ്റിക് ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതാരൂപത്തിലുള്ള നാടകമാണ്. Let us now enter into the critical works of T.S. Eliot. T.S. Eliot ഒരു ലിറ്റററി റൈറ്റർ, ഒരു ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ ഒരു ലിറ്റററി ക്രിറ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്ക്സ് വളരെ പോപ്പുലറാണ്. These Eliot's critical essays falls into 2 categories. We can classify his literary criticism or literary essays under 2 categories. The first division is on the nature and function of criticism. The second one on authors and their works. ടി.എസ്. എലിയറ്റിൻ്റെ ക്രിട്ടിക്കൽ വർക്ക്സുകളെ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തത് ഓൺ ദ നേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. സാഹിത്യ വിമർശനത്തെ തന്നെ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതിയെപ്പറ്റിയും, എങ്ങനെയാകണം സാഹിത്യ വിമർശനം, എങ്ങനെയായിരിക്കണം അതിൻ്റെ സ്വഭാവം, എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രവർത്തനം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് ടി.എസ്. എലിയറ്റ് തൻ്റെ ക്രിട്ടിക്കൽ എസ്സേസിൽ അതുപോലെ he had also written criticism on authors and their
now see the important literary critical essays of T.S. Eliot. The first one is Tradition and Individual Talent. The same essay is known as Unofficial Critical Manifesto of T.S. Eliot. Then the other one, Poetry and Drama, is another essay. The third one is Function of Criticism. Then the English Metaphysical Poets. Then the Frontiers of Criticism. He had written a few number of other critical essays also, but here what is mentioned are the important critical essays of T.S. Eliot. ടി.എസ്. എലിയട്ടിൻ്റെ പ്രധാനപ്പെട്ടുള്ള സാഹിത്യ വിമർശന ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നമ്മളതിൽ കൂടുതൽ വിശദീകരിച്ച് പഠിക്കാൻ പോകുന്നത് തന്നെയാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. വാക്കുകളുടെ മലയാള അർത്ഥം പറയുന്നില്ല, നമ്മൾ ആ വർക്കിലേക്ക് നമ്മൾ പോകും, അപ്പം മനസ്സിലാവും. ഇറ്റ് ഈസ് കോൾഡ് എസ് ദ അൺഒഫീഷ്യൽ ക്രിട്ടിക്കൽ മാനിഫെസ്റ്റോ. ടി.എസ്. എലിയട്ടിൻ്റെ സാഹിത്യ വിമർശന ചിന്തകളുടെ വ്യക്തമായ ഒരു രൂപരേഖ അതിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത് പോയിട്രി ആൻഡ് ഡ്രാമ. മൂന്നാമത്തേത് ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു എസ്സെയാണ് ദ ഇംഗ്ലീഷ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ദെൻ ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ക്രിറ്റിസിസം. സ്വഭാവ വിശേഷതകളിൽ കൂടെ നമുക്ക് ടി.എസ്. എലിയട്ടിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ സാഹിത്യ വിമർശനത്തെ നന്നായി മനസ്സിലാക്കാം. ഒന്ന്, he is a classicist. What do you know what's the meaning of classicism? See, classicist or the ancient works which were the perfect models. Then royalist, and he was in favor of the king's party. Then in religion, he was a Catholic, Anglo-Catholic, English Catholicism. Then second one, notes on religion, politics and literature indistinguishable. 10. T.S. Eliot criticism. You need to thoroughly understand what was his notion on religion, or what was his belief and ideology of religion. മതപരമായ തൻ്റെ വിശ്വാസം അല്ലെങ്കിൽ സമീപനം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട്, രാഷ്ട്രീയ കാഴ്ചപ്പാട്. He was a royalist. Then his literary works. This connection among them is very close and one cannot be differentiated from the other. നമുക്ക് ഈ മൂന്ന് ഫീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളെ ഒന്നിൽ നിന്ന് ഒന്ന് മാറ്റുവാൻ പറ്റില്ല. അത് വളരെയധികം കൂടിച്ചേർന്ന് കിടക്കുന്നതാണ്. His lifelong commitment to criticism. He was a born literary critic and his whole life endeavor was to become a perfect critic. His lifelong commitment. തൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ള സമർപ്പണം. സാഹിത്യ വിമർശകൻ എന്ന രീതിയിൽ, സാഹിത്യ വിമർശനം എന്ന കലയിൽ ആ പ്രവർത്തനത്തിലുള്ള തൻ്റെ ജീവിത പൂർണ്ണമായ സമർപ്പണം. His commitment to criticism. He committed himself as a literary critic. He wanted to be known as a literary critic. So he dedicated for that. Then the other one, his critical works
changed the course of English literary history. തീർച്ചയായും ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററിയെ വളരെയധികം പിടിച്ചു കുലുക്കിയ ചിന്തകളും എഴുത്തുകളുമായിരുന്നു ടി എസ് എലിയറ്റിന്റെ സാഹിത്യ വിമർശനം. Say that we cannot find another person who was so influential in the history of literary criticism in English. So we cannot find another person other than T.S. Eliot as influential in the English literary history. Then criticism should be objective. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് വസ്തുനിഷ്ഠപരമായിരിക്കണം സാഹിത്യ വിമർശനം. It should not be subjective. Already you studied the difference between objectivity and the subjectivity. And when critic criticizes a work, his mind and his mind setup, nothing in him should influence the criticism. It should be objective. Then finally, critic has a role to review the past of literature and set the poets and poems in order. I believe that critic has a great role in this society to review the past literature. തൻ്റെ കാലത്തിന് മുമ്പുള്ള സാഹിത്യ രചനകളെ മൊത്തത്തിൽ അവലോകനം ചെയ്യുക. അതുപോലെ ആൻഡ് സെറ്റ് ദ പോയറ്റ്സ് ആൻഡ് പോയംസ് ഇൻ ഓർഡർ. തനിക്ക് മുമ്പുള്ള പൂർവികന്മാരായ കവികളെയും പൂർവ്വരചനകളെയും ക്രമത്തിലാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു സാഹിത്യ വിമർശകനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച വ്യക്തിയായിരുന്നു ടി എസ് എലിയറ്റ്. Now we are going to see the important works of T.S. Eliot and the very content of these works. First of all, let's analyze one of his important essays, that was the Metaphysical Poets. Metaphysical Poets എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ഉപന്യാസം അല്ലെങ്കിൽ സാഹിത്യ വിമർശന ഉപന്യാസം ടി എസ് എലിയറ്റ് എഴുതി. അതിനെ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. The first point is renewal of interest in metaphysical poetry, which was neglected for a long time. And you know, a number of poets who are called as metaphysical poets, and their works are called metaphysical poetry. And they were the poets who lived a long time back, and the readers do not have much great interest in reading their works. But T.S. Eliot, he brought a renewal of interest in metaphysical poetry, which was neglected for a long time. ഒരുപക്ഷെ വളരെയധികം സജീവമായ വായനകൾക്ക് താല്പര്യപ്പെടാത്ത ഒരു കൂട്ടം രചനകളായിരുന്നു ഈ മെറ്റാഫിസിക്കൽ കവികൾ എഴുതിയിരുന്നത്. എന്നാൽ ടി എസ് എലിയറ്റ് ഒരു വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ രചനകളുടെ വായനയിലേക്ക് കൊണ്ടുവന്നത്. There was a great renewal of interest. വായിക്കാനുള്ള ഒരു വലിയ ജിജ്ഞാസ, വീണ്ടും പുനർവായനയിലേക്കുള്ള ഒരു വലിയ ജിജ്ഞാസയായിരുന്നു ടി എസ് എലിയറ്റ് ഈ മെറ്റാഫിസിക്കൽ പോയട്രിയിലേക്ക് കൊണ്ടുവന്നത്. Then T.S. Eliot argues that metaphysical poetry to be continuation of a great tradition. See, the term tradition is very important in T.S. Eliot, and he claimed that he stated that metaphysical poetry is a great continuation of a great tradition. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു വലിയ ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിൻ്റെ വലിയ ഒരു തുടർച്ചയാണ്, അല്ല ഒരു നല്ല തുടർച്ചയാണ് മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് ടി എസ് എലിയറ്റ് ഉറച്ചു വിശ്വസിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തു. Eliot contradicts Dr. Johnson's assumptions. You will study about Dr. Johnson's criticism, and T.S. Eliot was against Dr. Johnson's assumptions on metaphysical poets. നമ്മൾ ഡോക്ടർ ജോൺസൺ ആണ് ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഉണ്ടാക്കിയത്. ആ ഡോക്ടർ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി എങ്ങനെയാണോ
കരുതിയിരുന്ന എന്തൊക്കെയാണ് അദ്ദേഹം അവരെപ്പറ്റി പറഞ്ഞത്, അതിന് തികച്ചും എതിരെയായിരുന്നു ടി.എസ്. എലിയറ്റ്. ഡോക്ടർ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി പറഞ്ഞത്, heterogeneous ideas yoked by violence together, metaphysical poets fail to unite dissimilar ideas into a single whole. Too much analysis and dissection of particular emotional situations, inventive use of conceits, nature and art, ransacked for illustrations. ഇത് ഡോക്ടർ ജോൺസൺ ഈ പറഞ്ഞത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി പറയുന്ന പ്രതിപാദ്യം തികച്ചും തികച്ചും മെറ്റാഫിസിക്കൽ പോയിട്രിയെ ഒരു നല്ല ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കവിതാ ഗ്രൂപ്പായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. പറഞ്ഞത് he says that it's metaphysical poetry is heterogeneous ideas yoked by violence together. വൈരുദ്ധ്യമായിട്ടുള്ള ആശയങ്ങളെ വളരെ ശക്തി ഉപയോഗിച്ച് ഒരുമിപ്പിച്ചു നിർത്തുകയും അതുവഴി വിരുദ്ധ ആശയങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത് വഴി കവിതയ്ക്കൊരു ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒന്നായി കാണിക്കുവാൻ, ഏകമായി കാണിക്കുവാൻ, പൊരുത്തപ്പെട്ട് കാണിക്കുവാൻ അവർ പരാജയപ്പെട്ടു. അതുപോലെ too much analysis and dissection of particular emotional situations, inventive use of concepts. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അവരുടെ കവിതകളിലുള്ള ആവശ്യമില്ലാത്ത അപഗ്രഥനം, അതുപോലെ അപഗ്രഥനവും അതിനെ വിശദീകരിച്ചുള്ള പഠനമൊക്കെ, അതുപോലെ വൈകാരികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കവിതയെ മോശപ്പെടുത്തി എന്നാണ്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് അവരുടെ കവിതയിൽ ഉപയോഗിക്കുന്ന കോൺസീറ്റ്സ്, യൂസ് ഓഫ് കോൺസീറ്റ്സ്, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും കോൺസീറ്റ്സ്. അത് എന്താണ്, കവിതയുടെ നല്ല അംശത്തെ ചോർത്തിക്കളഞ്ഞു എന്നൊക്കെയാണ് ഡോക്ടർ ജോൺസൺ പറഞ്ഞത്. ബട്ട് T.S. Eliot was dead against Dr. Johnson's assumptions. So let us understand what is metaphysical conceit. ഇവിടെ ഡോക്ടർ ജോൺസൺ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ്സ് ആർ കൈൻഡ് ഓഫ് similes or metaphors. See, it is a comparison becomes a concept when we are made to concede likeness while being strongly conscious of unlikeness. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിരുദ്ധമായ രണ്ട് വസ്തുക്കളെ സാമ്യമെന്ന് കരുതുന്ന ഒരു ഭാഷാപ്രയോഗം, അതിനെയാണ് കോൺസീറ്റ്സ് എന്ന് പറയുന്നത്. വിരുദ്ധമായ പ്രകടമായും വിരുദ്ധമായ രണ്ട് കാര്യങ്ങളെ വിരുദ്ധമല്ല, അത് സാമ്യമാണ് എന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ഭാഷാ പ്രയോഗം, ദാറ്റ് ഈസ് കോൺസീറ്റ്, മെറ്റാഫിസിക്കൽ കോൺസീറ്റ്. ജോൺ ടൺസ് എക്സാമ്പിൾ പറയുന്നത്, ജോൺ ടൺസ് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ജോൺ ടണ്ണിൻ്റെ ഈ ഒരു കവിതയിൽ മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ്സ് കാണുന്നു. അവിടെ എന്താണ് കാണുന്നത്? എ കപ്പിൾ ഫേസ്ഡ് വിത്ത് ആബ്സെൻസ് ഫ്രം ഈച്ച് അതർ ഈസ് ലൈക്കൻ ടു എ കമ്പസ്. ഒരു കോമ്പസ്, നിങ്ങൾ കണക്ക് വെട്ടി ഉപയോഗിക്കാൻ ഒരു കോമ്പസ് ഉണ്ടല്ലോ, രണ്ട് കൂർത്ത അഗ്രങ്ങളുള്ള കോമ്പസ്. അപ്പോൾ ഈ ഒരു കോമ്പസിൻ്റെ രണ്ട് ധ്രുവങ്ങൾ, രണ്ട് ഭാഗങ്ങളെ ഒരു എന്താണ്, കാമുകനും കാമുകിയും, രണ്ട് പ്രണയിതാക്കൾ അവർ തമ്മിലുള്ള അകലം അതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ കമ്പസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ലവേഴ്സ്. ഇങ്ങനെ ഒരു സിമിലി അല്ലെങ്കിൽ ഒരു മെറ്റഫർ ഉപയോഗിക്കാനേ പറ്റില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന രീതിയാണ് കോൺസെപ്റ്റ്. Second example for metaphysical concepts, that is Donne's The Flea. ഡണ്ണിൻ്റെ The Flea എന്ന് പറയുന്ന കവിതയിലുണ്ട്. Flea is blood sucking to convince a possible lover to join him in physical sexual union. Flea is blood sucking. Then ഈച്ച അല്ലെങ്കിൽ കൊതു
ഇത് എന്താണ് രക്തം വലിച്ചു കുടിക്കുന്നു. അത് എന്താണ് ഒരു ഒരു സിമിലി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ ആ രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു എന്താ പ്രണയിതാക്കളുടെ എന്താണ് അവർ തമ്മിലുള്ള സ്നേഹത്തെ കാണിക്കാൻ ഇങ്ങനെയൊരു സിമിലി ഉപയോഗിക്കുക. ഇറ്റ്സ് ഓൾസോ an example for metaphysical concept. So T.S. Eliot strongly defended for metaphysical poets. So that was a wrong concept introduced by Dr. Johnson, and T.S. Eliot was dead against this concept. He strongly defended for metaphysical poets. How did he defend for the metaphysical poets? ഇപ്പോൾ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് അതുപോലെ മെറ്റാഫിസിക്കൽ പോയട്രി വളരെ അധികം ബഹുമാനത്തോടെ വളരെയധികം പ്രാധാന്യത്തോടെ കണ്ട ഒരു ലിറ്റററി ക്രിട്ടിക്കാണ് T.S. എലിയോട്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് നേരെയുള്ള ഏത് തരത്തിലുള്ള എതിർപ്പിനെയും ശക്തമായി നേരിട്ട വ്യക്തിയാണ് T.S. എലിയോട്ട്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. How T.S. Eliot defended metaphysical poetry or metaphysical poets. First, compelling heterogeneous ideas into unity by operation of poet's mind is universal in poetry. He claimed that the heterogeneity or the heterogeneous ideas, using heterogeneous ideas and bringing these ideas into unity by operation of poet's mind is universal in poetry. സാർവലൗകികമായി കവിതയിൽ കാണുന്ന കവികൾ ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ് വ്യത്യസ്തമായ ആശയങ്ങളെ ഒരു ഒരു പൊരുത്തത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന് കവിതയിൽ ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ ലോകത്തിലും എല്ലാ ശ്രേഷ്ഠ കവികളും ചെയ്യുന്ന രീതി തന്നെയാണെന്ന് ഇലിയട്ട് പറയുന്നു. മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന മറ്റൊരു കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് ഓഫ് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി, ഈ ടേം നമ്മൾ വീണ്ടും പഠിക്കും. വാട്ട് ഈസ് സെൻസിബിലിറ്റി? സോ he introduced this term to defend metaphysical poets. Third, great Elizabethans and early Jacobins possessed a developed unified sensibility. So T.S. Eliot was in favor of Elizabethan literature and also Jacobin literature. And he saw that both the Elizabethans and Jacobins, they also developed a unified sensibility as developed by the metaphysical poets. അപ്പോൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അവരുടെ ഈ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള ആശയം എലിസബത്തൻ ലിറ്ററേച്ചറിലും അതുപോലെ ജാക്കബിൻ റൈറ്റേഴ്സിലും പ്രകടമായി വ്യക്തമായി കാണുന്ന ഒരു രീതിയാണ്. So next, sensibility. What is sensibility? You understand the term. Sensibility is a synthetic faculty which can amalgamate thought and feeling. Sensibility is a synthetic faculty. Is a faculty in the brain that can synthesize. Synthesize means കൂട്ടി ഇണക്കുക, വിളക്കി ചേർക്കുക. That can amalgamate thought and feeling. ചിന്തയെയും വികാരത്തെയും. Here it is, the word used is not emotion, so you cannot say the Malayalam actual meaning for feeling is എന്താണ് ഇമോഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫീലിംഗ് ആണ് അത്. തോട്ട് ആൻഡ് ഫീലിംഗ്. It can be asked for the examination. What is sensibility? Sensibility is a synthetic faculty, a faculty in the brain to synthesize. Synthesize means to amalgamate. Amalgamate what? Amalgamate thought and feeling. That is sensibility. Next, metaphysical poets possess this faculty. Metaphysical poets in ഈ ഒരു വലിയ കഴിവുണ്ടായിരുന്നു. They possess this faculty and they were able to fuse dissimilar ideas into single whole. വ്യത്യസ്തമായ ആശയങ്ങളെ ഒരുപോലെ കോർത്തിണക്കുവാൻ
ആർക്ക് കഴിഞ്ഞിരുന്നു? മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് കഴിഞ്ഞിരുന്നു എന്ന് So, one more concept that he introduced in metaphysical poetry is dissociation of sensibility. You need to understand it very well. What is dissociation of sensibility? Already you know what is sensibility, and now you can see dissociation of sensibility. He said, T.S. Eliot said, poets in the 18th and 19th centuries lacked unification of sensibility. 18ഉം 19ഉം നൂറ്റാണ്ടിൽ കടന്നു വന്ന എഴുത്തുകാർ, കവികൾക്ക് ഈ വലിയ കഴിവ് നഷ്ടപ്പെട്ടു. എന്താണ് കഴിവ്? The ability to unify sensibility. Metaphysical poets possess this capacity, but the poets who write, the writers who follow metaphysical poets, they utterly failed to unify this sensibility. അപ്പോൾ ഈ ഒരു സെൻസിബിലിറ്റി പ്രത്യേകിച്ച് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി വാസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ അതർ പോയറ്റ്സ്. അതുകൊണ്ട് തന്നെ 18ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന റൊമാൻറ്റിക് പോയറ്റ്സും 19ാം നൂറ്റാണ്ടിൽ കടന്ന വിക്ടോറിയൻ പോയറ്റ്സും അവർക്ക് അവരുടെ കവിതയിൽ ഈ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് T.S. എലിയട്ട് പ്രതിപാദിക്കുന്നു. 2. ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി സെറ്റ് ഇൻ. Instead of the unification, what brought into the poetry? Dissociation. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാല് ചൂടാക്കുമ്പോൾ ഈ പാല് പിരിഞ്ഞു പോയാൽ ഇത് പിന്നെ പാലായി നിൽക്കത്തില്ല, തൈരായി മാറും, അല്ലെങ്കിൽ വിഘടിച്ച് മാറും. അതുപോലെ വാട്ട് ഈസ് ബ്രോട്ട് ഇൻ ടു പോയിട്രി? ഡിസോസിയേഷൻ. ഇവിടെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് വളരെയധികം മാസ്റ്ററിയുള്ള ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിന് അവർക്കുണ്ടായിരുന്ന കഴിവ് ഇവർക്ക് ഇല്ലായിരുന്നു. 18th century poets, they were intellectuals, but they thought but did not feel. In 18th century, the writers, the poets were intellectuals, really. They were quite intellectual, but they thought but did not feel. They could not bring into the amalgam of thought and feeling. അവർ നന്നായി ചിന്തിച്ചു, പക്ഷേ they failed to feel. Again, I don't use the word emotion, but what we can say, T.S. Eliot himself used the term feel. They couldn't bring into the amalgam, the combination, the unification of thought and feeling. Then, poets, they had a lot of feeling, but they could not think. They have had excess of feeling, but they didn't have anything to think. Romantic poets, they had a lot. എന്താണ്, അവർ ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ചിന്തകളില്ലായിരുന്നു. Victorian poets meditate poetically but cannot express it. Victorian കവികളാണെങ്കിലോ, they meditated, they thought a lot poetically, but they couldn't express it, വെളിപ്പെടുത്താൻ, പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. 20th century modern poets, similar to metaphysical poets, uses conceits bound to be difficult. മോഡേൺ പോയിറ്റ്സിനെ, പ്രത്യേകിച്ചും 20ാം നൂറ്റാണ്ടിൽ മോഡേൺ പോയിറ്റ്സിനെ കണ്ടത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവരായിട്ടാണ്. പ്രത്യേകിച്ചും ആധുനിക കവിതയിലെ കോൺസീറ്റ്സ് വളരെ ബുദ്ധിമുട്ടാണ്. they are bound to be difficult. In this video, you just got introduced into T.S. Eliot, his critical views. Particularly, we analyzed T.S. Eliot's
essay The Metaphysical Poets. അപ്പോൾ ബാക്കിയുള്ള കോൺസെപ്റ്റ്സ്, ആശയങ്ങൾ, ചിന്തകൾ ഒക്കെയും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആക്കാം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടുകൾ മനസ്സിലാക്കാം. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഭാഗം നന്നായി മനസ്സിലാക്കിയ ശേഷം വേണം മുമ്പോട്ട് നീങ്ങാൻ. Thank you everybody for watching this. We'll come with another second part of T.S. Eliot. Until then, goodbye.